ഹായ് ഫ്രണ്ട്സ്, നാളെ ജുവാൻ്റെ അക്കാഡമിക് ഇയറിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ മോക്ക് എക്സാംസ് തുടങ്ങും. അതുകൊണ്ട് ക്ലാസ് ടീച്ചർ പറഞ്ഞു എല്ലാ കുട്ടികളും ഡ്രൈ സ്നാക്സ് കൊണ്ട് വരണം, എന്നിട്ട് ഷെയറിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നേ. മാം ഈ മെസ്സേജ് നേരത്തെ അയച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കാണാൻ ലേറ്റ് ആയി പോയി കേട്ടോ. രാത്രി ആകുമ്പോഴാണ് കണ്ടേ. ഇനിയിപ്പം പുതുതായിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണേലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ മോള് തന്നെയാണ് പറഞ്ഞത് നമുക്ക് റെവല്യൂഡ് കൊണ്ടുവെക്കാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അവളുടെ ചിൽഡ്രൻസ് ഡേക്ക് ഇതുപോലെ ഷെയറിംഗ് ഡേക്ക് ഞാൻ ഈ ഒരു ഇതായിരുന്നു കൊടുത്തു വിട്ടതേ. അപ്പോൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നും റെവല്യൂഡ് തന്നെ ഉണ്ടാക്കാമെന്നേ. റവ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് റവ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് 1 കപ്പ് പഞ്ചസാരക്കകത്തോട്ട് 4 ഏലക്കായും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചു കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഗീ ആഡ് ചെയ്തു. എൻ്റെ അടുത്ത് ഡ്രൈ റേസിൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ കാഷ്യൂം കൂടി ഇട്ട അടിപൊളിയാണ്. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 3 സ്പൂണിൽ നമ്മുടെ തേങ്ങ ചിരവി ഇതും കൂടി ഇട്ടിട്ട് ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. അങ്ങനെ കളർന്ന് മാറണ്ട. അങ്ങനെ ഒന്നായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അതൊന്ന് വറന്ന് വരുന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കയും കൂടെ ഉള്ള ആ മിക്സില്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ചൂട് വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മെൽട്ടായി നന്നായിട്ട് വരുവേ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റവലഡു ഉണ്ടാക്കാനുള്ള മിക്സ് റെഡിയായി. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ നമുക്ക് റവലഡു നല്ല ഉരുട്ടി ഒരിങ്ങനെ പോലെ ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാച്ചിയ പാല് ഈ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടിരിക്കുക. അപ്പം ഞാൻ പിന്നെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ ഉരുട്ടിയെടുത്തത്. ഇപ്പം നമ്മൾ ഈ പാല് ആഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവും, പക്ഷേ അത് കുഴപ്പമില്ല. ഇത് സെറ്റാവുള്ളൂ. 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും അത് നല്ല സെറ്റായിട്ട് വരും. ആദ്യത്തെ ഉരുട്ടിയപ്പോഴത്തേക്കും ജേടൻകുട്ടൻ വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. അവന് ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ പുള്ളി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ബാക്കി ഓരോരോ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുത്തു. മോള് പറഞ്ഞു അമ്മ ക്ലാസ് ടീച്ചറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബോക്സിൽ വെക്കണേ, കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് ടീച്ചറിന് ഇത് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോക്ക് വേണ്ടി ഞാൻ പാക്ക് ചെയ്തെടുത്തു. അതുപോലെ ക്ലാസ് ടീച്ചറിനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ഇതിപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കണ്ടോ ആ സോഫ്റ്റ്നെസ് മാറി കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ട്. എന്നാൽ പിന്നെ കടിക്കുമ്പോൾ അത് പൊട്ടുകയും ചെയ്യും. അപ്പം നല്ലൊരു ടെക്സ്ചറിൽ തന്നെ ഇങ്ങനെ കിട്ടി കേട്ടോ. ഇതുപോലെ സ്കൂളിൽ കൊടുത്തു വിടണേ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം ഇരുന്നോളും കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഒരു മധുരം കഴിക്കണം തോന്നിയാൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കാണാം. ബൈ.